ദാമ്പത്യം കൊലക്കയറാവുന്ന സംഭവങ്ങൾ ധാരാളം ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെപ്പറ്റി വിശകലനം ചെയ്തൊരു സൈക്കോളജിസ്റ്റ് കഴിഞ്ഞ ദിവസം ഇതിനെപ്പറ്റി ഒരു വിവരണം അവർ പറയുന്നുണ്ട്. അതായത് ഇത് മിക്ക സ്ഥലങ്ങളിലും ഉണ്ട് എന്നാണ് പറയുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ആത്മഹത്യയിലേക്കും കൊലപാതകത്തിലേക്കും ഒന്നും കടന്നു ചെല്ലുന്നില്ല എന്ന് മാത്രം. കാരണം ഇത് മേക്കപ്പ് ഒരു വില്ലനാവുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ലേഡീസ് മിക്കവാറും ഇപ്പോൾ ഹൈ മേക്കപ്പില്ല, കുട്ടികൾ നല്ല അടിപൊളിയായിട്ടാണ് വരുന്നത്. അത് ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിവാഹത്തിൻ്റെ അന്നും ഇനി പെണ്ണ് കാണാൻ ചെല്ലുമ്പോഴും അല്ലാതെയൊക്കെ അങ്ങനെ ഈ നല്ല ബ്യൂട്ടിയായിട്ട് മുഖത്ത് ഒരു ഇച്ചിരി ഗ്ലാമർ കുറഞ്ഞ ആൾക്കും ഗ്ലാമർ കൂട്ടിയിട്ട് ഇവർ മേക്കപ്പൊക്കെ ചെയ്ത് നടക്കാൻ നല്ല രസമായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഈ സിനിമാ നടികളെ പറ്റിയൊക്കെ നമ്മൾ പറയാറുണ്ട്, ഇവരൊക്കെ മേക്കപ്പ് ഇല്ലാതെ നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്കിഷ്ടപ്പെടില്ല. കാരണം ഒറിജിനൽ ആ ഫേസിൽ നമ്മൾ കാണുന്നത് മേക്കപ്പ് ഇട്ടിട്ടുള്ളൂ. സിനിമയിൽ കാണുന്നത് മേക്കപ്പിലാണ് കാണുന്നത്. ലിഫ്റ്റൊക്കെ ഇട്ട് നല്ല ഐ ഷാഡോ ഒക്കെ ഇട്ട് റൂഫ് ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് കാണുന്നത്. ഇതെല്ലാം അയച്ചു വെച്ച് കഴിയുമ്പോൾ പിന്നെ ഇവർ ആ ഭംഗിയിലാണ് നമ്മൾ കണ്ടത്. ആ ഭംഗി കണ്ട് അതുപോലെ ആസ്വദിച്ച ആളെ പിന്നെ ഭംഗിയില്ലാതെ കാണുമ്പോൾ അവരോട് ഇറിറ്റേഷനായിരിക്കും, വെറുപ്പായിരിക്കും തോന്നുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ കല്യാണത്തിൻ്റെ അന്ന് ബ്യൂട്ടി ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ പെണ്ണാണെന്ന് ചെല്ലുമ്പോൾ ബ്യൂട്ടി ആയിരിക്കും. പിന്നെ മിക്കവാറും ഇടയ്ക്ക് ചെല്ലുമ്പോഴൊക്കെ ഇതുപോലെ മേക്കപ്പ് ചെയ്ത ആൾ പിന്നെ വീട്ടിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ എപ്പോഴും മേക്കപ്പ് അല്ലല്ലോ. അപ്പോൾ ഈ മേക്കപ്പ് ഇല്ലാതെ കണ്ടു കഴിയുമ്പോൾ പിന്നെ മനസ്സിൽ ഈ പുരുഷൻ ചിന്തിക്കുകയാണ്. കാരണം പുരുഷന് കാഴ്ചയിലാണ് എല്ലാം, സ്ത്രീക്ക് സ്നേഹവും. അപ്പോൾ ഈ കാഴ്ചയിൽ ഭംഗിയില്ലാതെ പുരുഷൻ ചിന്തിക്കുന്നത് ഇതിനെയായിരുന്നു നമുക്ക് കിട്ടിയത്, കെണിയായിപ്പോയില്ലോ, ഇനിയിപ്പോൾ ഇത് തലയിലായാലോ എന്ന് ചിന്തിക്കുകയാണ് ഇയാൾ. ഈ ചിന്തിച്ച ചില ആളുകൾ അതിനെ ക്രിമിനൽ മൈൻഡിലേക്ക് ഇവരെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള തന്ത്രപ്പാടിലേക്ക് ഇവരെ മൈൻഡ് വർക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ മൈൻഡ് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യം. ഇപ്പോൾ ഇവിടെ വിഷ്ണുപ്രിയ പ്രവീൺ എന്ന് പറയുന്ന രണ്ട് ദമ്പതികൾക്ക് കഴിഞ്ഞ ദിവസം സംഭവിച്ചല്ലോ. ആ പെൺകുട്ടി ആത്മഹത്യയാണ് ഉണ്ടായത്. അത് പ്രവീൺ എപ്പോഴും ഇവരോട് പറയുമെന്ന് പറയണത്, നിന്നെ ഭംഗിയില്ല, നിന്നെ ഒരു ലേഡീസ് സാധാരണ പെൺകുട്ടികളുടെ മുമ്പിൽ അവർ ഭംഗിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാകെ തളർന്നു പോകും. അപ്പോൾ ഇത് കേട്ട് ഇവർക്ക് പിടിച്ചെടുക്കാൻ പറ്റാതെ ഇവർ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് പറയുക. കഴിഞ്ഞ ദിവസം തന്നെ റാന്നിയിലൊരു സംഭവം ഉണ്ടായല്ലോ. കടത്തുരുത്തിൽ നിന്ന് കല്യാണം കഴിച്ച ഒരാൾ, അയാൾ ഇറ്റലിയിൽ നിന്ന് വന്ന് കല്യാണം കഴിച്ച് പിറ്റേ ദിവസം തന്നെ ഉപേക്ഷിച്ചു. പിറ്റേ ദിവസം തന്നെ ഉപേക്ഷിച്ചപ്പോൾ അയാൾ അവിടെ നിന്ന് ഒരു ഇത് കിട്ടിയത് മെസ്സേജ്, അവർ പറഞ്ഞത്, വീട്ടുകാർ പറഞ്ഞത് ട്രാൻസ്ജെൻഡർ ആയിരുന്നു, ഈ ലേഡി ട്രാൻസ്ജെൻഡർ ആയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിനെ ചികഞ്ഞ് വേറൊരു വാർത്താ ചാനലിൽ കൂടി കേട്ടു അയാൾ ഇറ്റലിക്കാരനായിരുന്നു. അവൻ കല്യാണം കഴിച്ചിട്ട് പിറ്റേ ദിവസം തന്നെ ഇറ്റലിയിലേക്ക് മുങ്ങി. അപ്പോൾ അവൻ പറയണതായിട്ടുള്ള ഒരു ശബ്ദരേഖ കേട്ടിരുന്നു. അതായത്, എനിക്ക് അവളെ അംഗീകരിക്കാൻ പറ്റില്ല, ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ളൊരു ഭാര്യയല്ല. അയാൾക്ക് ഒറ്റ ദിവസം കൊണ്ട് മനസ്സിലായി ഇവൾ നമുക്ക് ശരിയായല്ലോ എന്ന് മനസ്സിലായി. അയാൾ വേഗം മുങ്ങി. അവിടെ കൊലപാതകവും നടന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഇതുപോലെ ഒരുപാട് വീടുകളിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയണത്. അപ്പോൾ വേറൊരു പെൺകുട്ടിയെ ഒരുത്തൻ കല്യാണം കഴിച്ചിട്ട് ഇതുപോലെ തന്നെ പാമ്പിനെ കൊണ്ട് കുത്തി ആളകത്ത് കിടക്കണല്ലോ. അപ്പോൾ ഇയാൾ ഇതുപോലെ തന്നെ മനസ്സിൽ കണക്കൂട്ടിയത് അവരുടെ സ്വത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ഒഴിവാക്കണം എങ്ങനെയാലും, അതിനുള്ള ചിന്തയായി. അപ്പോൾ അതിൽ കൂടി ഉടലെടുത്തതാണ് ഈ പാമ്പിനെ കൊണ്ട് കുത്തിക്കൊന്നത്. ഇതുപോലെ ഈ മേക്കപ്പ് വില്ലനാവുന്നു. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെപ്പറ്റി പഠിക്കാത്ത, അതായത് യാഥാർത്ഥ്യം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കുന്നില്ല. ഒരുപാട് വിവാഹബന്ധത്തിൽ എല്ലാവരും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താണ് പോകുന്നത്. ഭൂരിപക്ഷം ആളുകൾക്കും ഇഷ്ടമുള്ള ആളുകളെ കിട്ടുന്നില്ല. പക്ഷേ അവർ ഇനിയുള്ള ജീവിതം നമ്മളങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടി തയ്യാറായി അവരങ്ങനെയാണ് പോയി പിന്നെ സ്നേഹിച്ചങ്ങോട്ട് ജീവിച്ചു പോവാണ്. പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ട്, പഴയ കാലഘട്ടത്തിൽ ഒരു ഭാര്യ ഭർത്താവിൻ്റെ മുഖം കാണുന്നത് കല്യാണം കഴിച്ച് കുറേ ദിവസം കഴിഞ്ഞിട്ടാണെന്ന് പറയണത്. അപ്പം അത്രയും ഇതായിട്ടാണ് അവരൊക്കെ ഭർത്താവിനെ കണ്ടുകൊണ്ടിരുന്നത്. ഇന്നങ്ങനെ അല്ലല്ലോ, ഇന്ന് ആ കാലഘട്ടമൊക്കെ പോയി. അപ്പോൾ തിരിച്ചും മറിച്ചും സംഭവിക്കുന്നത് ശരിക്കും ആണുങ്ങളുടെ ഭാഗത്ത് നിന്ന് പെൺകുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഉപദ്രവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് കാരണം ആണിൻ്റെയും പെണ്ണിൻ്റെയും രണ്ട് രീതിയാണ്. ആണിന് മേധാവിത്വം കൂടുന്നു, അവന്
ക്രിയാശേഷി കൂടുന്നു. അപ്പോൾ അതനുസരിച്ച് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. അതിനുവേണ്ടി പല പല പദ്ധതികളും മേഞ്ഞ് മിക്കവാറും ഇതിനകത്തൊക്കെ പിടിക്കപ്പെടും. എങ്ങനെ എന്തൊക്കെ ചെയ്താലും പിടിക്കപ്പെട്ടു. ഒരുപാട് ആളുകൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ. വേറെ സ്വന്തം ഭാര്യയും വേറെ ആളായിട്ട് ബന്ധപ്പെടുമ്പോൾ അവരായിട്ട് പിന്നെ ജീവിക്കാൻ വേണ്ടി അവർ തയ്യാറാവും. അങ്ങനെ ഭർത്താവിനെ കൊല്ലും, അല്ലെങ്കിൽ തിരിച്ച് ഭാര്യനെ കൊല്ലും. ഇങ്ങനെയൊക്കെ സംഭവിച്ച് കഴിഞ്ഞ ദിവസം ഡോക്ടർക്ക് വരെ സംഭവിച്ചല്ലോ. ആ ഡോക്ടർ ഒരു പെണ്ണിൻ്റെ ഭർത്താവിനെ ഇഷ്ടപ്പെട്ടിട്ട് അവൾ ഇപ്പോൾ ഭർത്താവിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടർ ഭാര്യയ്ക്ക്, അതായത് കാമുകിക്ക്, അവർക്ക് ഭാര്യയും ഭർത്താവും കുട്ടികളൊക്കെ ഉള്ളതാണ്. എന്നിട്ട് അവർ ഈ പെണ്ണിനെ വെടിവെക്കാൻ തോക്കെടുത്ത് വെടിവെച്ചതൊക്കെ നമ്മൾ വായിച്ചതാണ്. അപ്പോൾ ഇതുപോലുള്ള മാനസിക അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വലിയ ഉന്നതനായിട്ടുള്ള ആളുകൾക്ക് സംഭവിക്കും. നമ്മളെ യാഥാർത്ഥ്യവുമായി ജീവിതം മുന്നോട്ട് നയിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അതായത് എല്ലാവരുടെയും മനസ്സിലുണ്ട് ഇതെല്ലാം. പക്ഷേ സമൂഹത്തിനെ പേടിച്ചിട്ട് അല്ലെങ്കിൽ കുടുംബത്തിൽ പ്രശ്നങ്ങളില്ലാതിരിക്കാൻ വേണ്ടി എല്ലാവരും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണ്. പിന്നെ കുറച്ച് പേരുണ്ട് നല്ല സ്നേഹത്തോടെ പോകുന്ന കുറേ പേരുണ്ട്. കുറേ പേര് അങ്ങനെയല്ല. അവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് അഭിനയിച്ച് മുന്നോട്ട് പോയി അങ്ങനെ ജീവിതം തീർക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള പ്രശ്നങ്ങൾ കൂടും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. സ്നേഹത്തിന് ഒരു വിലയില്ലാണ്ടായി. ഇത് ആണിൻ്റെയും പെണ്ണിൻ്റെയും വ്യത്യസ്തമായ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ട് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒരു വിവാഹത്തിൽ ഏർപ്പെടുന്ന ഒരാൾ ഭാര്യയും ഭർത്താവും ദമ്പതികൾ കൗൺസിലിങ്ങിൽ ഏർപ്പെടണം. എന്താണ് യഥാർത്ഥ ജീവിതം എന്ന് മനസ്സിലാക്കി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജീവിതങ്ങൾ ഇങ്ങനെ പോയി വയസ്സാവും. ഒരു പ്രായം കഴിയുമ്പോൾ പിന്നെ അത് വേണ്ടായിരുന്നു, അങ്ങനെ വേണ്ടായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മൾ നല്ല ആരോഗ്യമുള്ളപ്പോൾ തന്നെ നമ്മൾ ആ ആരോഗ്യത്തിനെ സംരക്ഷിച്ച് നിർത്തി സമൂഹത്തിനും കുടുംബത്തിനൊപ്പം നിന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് ആ ജീവിതത്തിന് അയാൾക്ക് ആസ്വാദനം ഉണ്ടായി പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ തിരിച്ചുള്ള ഈ ഇമാജിനേഷനിൽ കൂടി ചിന്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അയാളുടെ അംബീഷൻ എന്താണ്, ഒരാൾ ചിന്തിക്കുകയാണ് എനിക്ക് നല്ല ഭംഗിയുള്ളൊരു സ്ത്രീയാണ് വേണ്ടതെന്ന് പറയുമ്പോൾ അതിന് മാത്രം കോൺസെൻട്രേഷൻ ചെയ്തിട്ട് അത് മാത്രം നേടാൻ വേണ്ടി ശ്രമിച്ച് അത് മാത്രം കൈമുതലാക്കണം. എത്ര ഭംഗിയുള്ള ആളുകളായാൽ തന്നെയും അവിടെ സ്നേഹമില്ലെങ്കിൽ ആ ഭംഗിക്ക് ഒരു പകിട്ടുണ്ടാവില്ല. സ്നേഹം കൂടി വരുമ്പോഴാണ്, യാഥാർത്ഥ്യമായ സ്നേഹം കൂടി കൂടുമ്പോഴാണ്, ക്ഷമയും ഒക്കെ വേണം, അതൊക്കെ കൂടുമ്പോഴാണ് ഈ സൗന്ദര്യത്തിൽ മാറ്റം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അതിന് ഒരു മാറ്റം ഉണ്ടാവില്ല. പിന്നെയും ജീവിതത്തിൽ അസ്വസ്ഥതകളായിരിക്കും. അങ്ങനെ കുറേ പേരുണ്ട്. നല്ല ബ്യൂട്ടി ആയിട്ടുള്ള ഭാര്യ, അവൾ തോന്നിയ മാതിരി ചിലവ് ചെയ്യുന്നു, തോന്നിയ മാതിരി പറഞ്ഞു കേൾക്കില്ല. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ വരുന്നു. അപ്പോൾ അവിടെ അസ്വസ്ഥത ഉണ്ടാവുന്നു. അപ്പോൾ അയാൾക്ക് ചിന്തിക്കാൻ ഭംഗിയുണ്ടായിട്ട് കാര്യമില്ല എന്നുള്ള ചിന്ത അവിടെ വരാണ്. ഭംഗി മാത്രം പോരല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടെത്തി ക്ഷമയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ജീവിതം. രണ്ട് കുടുംബത്തിൽ നിന്ന് വരുന്ന രണ്ട് സ്വഭാവക്കാരാണ് ഒന്നിക്കുന്നത്. അതിനെ ആസ്വാദ്യകരമായി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കൗൺസിലിംഗ്, അതിന് നല്ല ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്ന് പറയുന്നത്. പഴയ കാലത്ത് ഭർത്താവിൻ്റെ അണ്ടറിൽ ഭാര്യ നിൽക്കും, അവർക്ക് അത്രയും ഇതുള്ളൂ. ഇന്നിങ്ങനെയല്ല, ഇന്ന് ഒപ്പത്തിനൊപ്പമാണ്. അപ്പം അതുകൊണ്ട് എന്തു പറയണം, നമ്മളൊരു സുഹൃത്തിനെ പോലെ തന്നെ നല്ല രീതിയിൽ ഇത് നയിക്കാൻ കഴിഞ്ഞിരിക്കണം. കാരണം പരസ്പരം അഡ്ജസ്റ്റ്മെൻറ്റുകളും അതുപോലെ പരസ്പര സ്നേഹങ്ങളും. ഒരാൾ പറയാണ്, നീ മേലാൽ ഒരു സിഗരറ്റ് വലിക്കുന്ന ആളോട് സിഗരറ്റ് വലിക്കരുത് പറഞ്ഞാൽ അയാളത് നിർത്തി മുന്നോട്ട് പോകുമ്പോഴാണ് കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടാവുള്ളൂ. സിഗരറ്റ് വലിയ ഒരു ആസ്വാദനമാണ് ഈ വലിക്കുന്ന ആളുകൾ. അതിൽ വലിയ ഒരു ആസ്വാദനമാണല്ലോ കുടുംബത്തിൽ സമാധാനം. അപ്പോൾ ഇതിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെയൊക്കെ തോറ്റു പോവാണ്. ആ തോറ്റു പോകുന്നതുകൊണ്ട് പ്രശ്നങ്ങളുണ്ടാകുന്നു. പിന്നെ സ്വത്തിൻ്റെ കാര്യം വരുമ്പോഴും ഇതുപോലെ ഭാര്യയുടെ സ്വത്ത് അടിച്ചു മാറ്റാനും ഭർത്താവിൻ്റെ സ്വത്ത് സൂക്ഷിച്ച് ഉപയോഗിച്ച് കൊണ്ടെടുക്കാനും നമ്മൾ ഈ അടിച്ചു മാറ്റാൻ ശ്രമിക്കരുത് പരസ്പരം. കാരണം സ്വത്തിൻ്റെ ആവശ്യം എന്ത്, ആ സ്വത്ത് എത്രത്തോളം നമുക്ക് ഉപകാരപ്പെടും. എത്രയോ ആളുകൾ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ സ്വത്ത് അടിച്ചു മാറ്റാൻ വേണ്ടി ഭാര്യനെ കൊന്നു, ഭർത്താവിനെ കൊന്നു. ഇവരെന്നിട്ട് എന്ത് പറ്റി, ഇവർ ജയിലിൽ കിടക്കാമല്ലേ, ഇവർക്കിപ്പോൾ എന്തുണ്ട്?
അല്ലെങ്കിൽ മക്കൾ കഴിഞ്ഞ ദിവസം ഒരു വൃദ്ധ ദമ്പതികളെ കൊന്നു ഒരാൾ സ്വത്തിന് വേണ്ടിയാണ് തീയിച്ചു വീടിന്, അവർ മരണപ്പെട്ടു. ഇയാളിനി ജയിലിൽ പോയി കിടക്കണ്ടേ? അപ്പോൾ ഒരരിശത്തിന് ഒരു കിണറിലേക്ക് ചാടിക്കഴിഞ്ഞാൽ 10 ഐശ്വര്യത്തിന് മുകളിലേക്ക് കയറാൻ പറ്റില്ല കിണറിൽ നിന്ന്. അപ്പോൾ അത് ഒരു പഴയ ഒരു പഴഞ്ചൊല്ലാണ്. അത് ശരിക്കും അർത്ഥവത്തായ ഒരു പഴഞ്ചൊല്ല. എടുത്തു ചാടി എന്നിട്ട് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യും, പിന്നെ അവൻ്റെ ജീവിതം ജയിലിലാണ്. അത് മനസ്സിലാക്കാൻ ബുദ്ധിയില്ലേ എന്ന്, അതാണ് ഇവർക്ക് ആ ചിന്ത വേണമെന്ന് പറയുന്നത്. ആ ചിന്ത പഠിക്കേണ്ടത് എവിടെ നിന്നാണ്? നമ്മൾ പല ഇതുപോലുള്ള കൗൺസിലിംഗ് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്താലാണ് ഇതൊക്കെ പഠിക്കുള്ളൂ. ഒരു ജീവിതത്തിൽ തയ്യാറാവണ ദമ്പതികൾ ശരിക്കും ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ ഈ സുഖവും സൗകര്യങ്ങളൊക്കെ നിമിഷം നേരം കൊണ്ട് ഇല്ലാതെയാവും, എല്ലാം നഷ്ടപ്പെടും. അപ്പോൾ അതിനുവേണ്ടി ബുദ്ധിയില്ലായ്മ ചെയ്യരുതൊരിക്കലും. ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ പ്രശ്നങ്ങളിൽപ്പെട്ട് പിന്നെ ആ ജീവിതം വെറും വേസ്റ്റാവും. പിന്നെ ഒന്നിനും ഒരു സന്തോഷമൊന്നും ഉണ്ടാവില്ല. ജയിലിൽ പോയി കിടക്കുന്ന ഒരാൾക്ക് കിടന്നു കഴിഞ്ഞാൽ കുറച്ച് കളയുമ്പോഴാണ് മനസ്സിലാവുന്നത് പുറത്ത് എന്ത് സുഖമായിരുന്നു. അതാണ് എല്ലാവരും ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. കാരണം ഇവിടെ ജയിലിൽ ഭയങ്കര ഫുഡാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ആളുകൾ എന്തൊരു മണ്ടത്തരാന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ എല്ലാവരും അവിടെ കിടന്നാൽ പോരെ. പോയ ആൾക്കാരൊക്കെ ജാമ്യത്തിന് ശ്രമിക്കുന്നതിനാ. സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലുത്. അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം വെളിവൊക്കെ നമുക്ക് വേണം. അപ്പം ഇത് നമ്മൾ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ചില്ലെങ്കിൽ ജീവിതം വെറും വേസ്റ്റ് എന്നുള്ളൊരവസ്ഥയിലേക്ക് വരും. വെറുതെ ജീവിച്ചു എന്നുള്ള ഒരു രീതിയിലേക്ക് ഒരു സുഖം കിട്ടില്ല, ഒരു സന്തോഷമില്ല, നിരാശ മാത്രമായിട്ട് ജീവിക്കേണ്ടതായിട്ട് വരും. അതിൽ പാരൻസൊക്കെ ഇതുപോലുള്ള വിവാഹം ചെയ്യാൻ വേണ്ടി മക്കളെ തയ്യാറെടുപ്പിക്കുമ്പോൾ പരസ്പരം അന്വേഷിക്കുകയും അതുപോലെ ശരിക്കും വിശകലനം ചെയ്യുകയും ഒക്കെ ചെയ്ത് പെൺമക്കളെ നല്ല ആൺപിള്ളേരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നോക്കണം. കാരണം സ്വത്ത് മാത്രമല്ല പ്രധാനം, അവൻ്റെ സ്വഭാവം നല്ലതാണെങ്കിൽ സ്വത്തൊക്കെ പിന്നെ ഉണ്ടായിക്കോളും. നല്ല സ്വഭാവമുള്ള ആളുകളെ ശരിക്കും അന്വേഷിക്കണം. അവനെ ആളെങ്ങനെയുണ്ട് എന്ന് ഒരു വെറുതെ പോയി അന്വേഷിച്ച് അവിടെയൊക്കെ പോയി അന്വേഷിച്ചാൽ പോരാ. രഹസ്യമായിട്ട് തന്നെ ഒരുപാട് അന്വേഷിച്ചിട്ട് മാത്രമാണ് കല്യാണം കഴിക്കാൻ പാടുള്ളൂ. അതുപോലെ ലേഡീസിനും അതുപോലെ അന്വേഷിക്കണം. അവരുടെ കുടുംബത്തിനെയൊക്കെ നമ്മളിപ്പോൾ ഒരു വെറുതെ അങ്ങോട്ട് അന്വേഷിച്ച് അവിടെ പോയി അന്വേഷിച്ചു, പിന്നെ കുഴപ്പമില്ല, കുറച്ച് ആൾക്കാരൊക്കെ അന്വേഷിച്ചു, കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്ക് എടുത്ത് ചാടി ഇതൊന്നും മുതരരുത്. മാരേജ് പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ ഏൽപ്പിക്കേണ്ടി വരും. അപ്പോൾ ഈ മാരേജ് രംഗത്ത് ഡിറ്റക്റ്റീവുകൾ വേണം. അവരെ ഒരു അന്വേഷണം കഴിഞ്ഞിട്ട് അവരുടെ റിപ്പോർട്ട് ശരിയാണെന്ന് അന്വേഷിച്ചിട്ട് വേണം വിവാഹം ചെയ്യാനായിട്ട്. ഇനിയുള്ള കാലഘട്ടത്തിൽ മാതാപിതാക്കൾ മക്കളെ വിവാഹം ചെയ്ത് കൊടുത്തതിന് ശേഷം സമാധാനമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് മേഖലയിലെ ആളുകളെ ഏൽപ്പിക്കണം. ആളുകളെയും 2 ടീമുകളെയും മനസ്സിലാക്കിയിട്ട് വേണം വിവാഹം ചെയ്യാൻ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും. കാരണം കാലഘട്ടം പഴയ മാതിരിയല്ല, വളരെ മാറ്റങ്ങൾ സംഭവിച്ചു.